സഹൃദയരായ കലാസ്നേഹികളെ, കലാജിദ്ദ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്നേഹസഞ്ചാരം. ജീവിതയാത്രയുടെ ഇടയ്ക്കെവിടെയോ കാൽവഴുതി പോകുന്നവരുടെയും അതിനിടയിൽ പെട്ടുപോകുന്ന പിഞ്ചു ബാല്യങ്ങളുടെയും ഒരു കുടക്കീഴിൽ അവരെ അണിനിരത്തിക്കൊണ്ട് നിങ്ങൾക്കായി ഞങ്ങളുടെ പുതുവത്സര സമ്മാനം സ്നേഹസഞ്ചാരം. അവതരണം കലാജിദ്ദ. ശബ്ദമിശ്രണം ഷിജു പി ഡി. ആശയം രചന ബിജു കോതമംഗലം. സംവിധാനം സിറിൽ ജോസ്. സ്നേഹസഞ്ചാരം ആരംഭിക്കുന്നു. അടുത്ത ഒരു ബെല്ലോടുകൂടി സ്നേഹസഞ്ചാരം ആരംഭിക്കുന്നു. മോളെ മിന്നു, എത്ര നേരമായി നമ്മൾ ഈ ട്രെയിന് നോക്കിയിരിക്കുന്നു. ഇനിയും വൈകുമോ ആവോ? നല്ല തണുപ്പല്ലേ? അതെ അതെ, ഭയങ്കര തണുപ്പ് തന്നെ. ഓ, ഈ കാശ്മീരികളെ സമ്മതിക്കണം. ഈ തണുപ്പായിരിക്കും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും സംസ്കാരവും ഒക്കെ ഇത്ര ആകർഷണീയമാക്കുന്നത്, അല്ലേ ജഡ്ജിയമ്മേ? പക്ഷെ എന്നെ കൂടുതൽ ആകർഷിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ കാശ്മീരി ഡാൻസ് പ്രോഗ്രാം അല്ലേ? എന്തൊരു രസമായിരുന്നു. ദേ, നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ആ, यात्री कृपया ध्यान दें, गाड़ी क्रमांक 1280 सुपरफास्ट समता एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ रही है. ബാംഗ്ലൂർ എക്സ്പ്രസ് എറണാകുളം സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാത്രിയും കൃത്യജ്ഞാൻ ദീജിए. गाड़ी नंबर 6386 कोचुवेली बैंगलोर एक्सप्रेस एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 8 पर आ रही है. Your attention please. Train number 16316 कोचुवेली बैंगलोर एक्सप्रेस via Palakkad is just arriving on platform number 1. ഹോ, അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം Train number നമ്മള് നാടെത്തി. 16 कोचुवेली ബാഗും സാധനമെല്ലാം എടുത്തോ മോളെ? ഒന്നാമത്തെ ജഡ്ജിയായ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം എല്ലാ വർഷവും ഇങ്ങോട്ടുള്ള യാത്ര എനിക്ക് എന്തോ പോലെയായി. ഡൽഹിയിലുള്ള ഇപ്പോഴത്തെ ജീവിതവും നമുക്ക് ഇങ്ങോട്ട് വന്ന് സ്ഥിരതാമസമാക്കിയാലോ മോളെ? വേണ്ട വേണ്ട. എന്നിട്ട് വേണം ആ പഴയ കാലമെല്ലാം ഓർത്ത് ഞാൻ സങ്കടപ്പെടാൻ. ജഡ്ജിയമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, അന്ന് ആ കോടതി മുറിയിൽ ജഡ്ജിയമ്മയുടെ മുമ്പിൽ വെച്ച് എൻ്റെ പപ്പയും മമ്മിയും എന്നെ ഉപേക്ഷിച്ചു പോയത്? ഇപ്പോഴും നമ്മുടെ ആ വീട്ടിൽ കയറുമ്പോൾ എനിക്ക് ആ പഴയ കാലം ഓർമ്മ വരും. എനിക്കത് ഓർക്കുമ്പോൾ സങ്കടമാണ് ജഡ്ജിയമ്മേ. कोचुवेली बैंगलोर एक्सप्रेस एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 8 पर खड़ी है. Your attention please. Train number പപ്പ ഇന്ന് നേരത്തെ എണീറ്റോ? ഇല്ല മോളെ, എന്നും എണീക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്നും എണീറ്റത്. മണി 7:30 സണ്ണിയും പിള്ളേരും എണീറ്റില്ല ഇതുവരെ. എണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്നലെ സിനിമയ്ക്ക് പോയിട്ട് വന്നു കിടന്നത് ഒത്തിരി വൈകിട്ടല്ലേ? ഞാൻ പോയി അവരെ എഴുന്നേൽപ്പിക്കട്ടെ. എൻ്റെ ഈശോയെ, ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്താവും? മാഷേ, എടോ ചാക്ക മാഷേ, ഓ താൻ എന്തെടുക്കുവാടോ? എന്തെടുക്കുവാനാടോ പിള്ളേ?
വെറുതെ ഇരിപ്പ് തന്നെ. സ്കൂളിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം വെറുതെ ഇരിപ്പ് തന്നെയല്ലേ എൻ്റെ പണി. ഏലിയാമ്മ ജീവിച്ചിരുന്നപ്പോൾ സമയം ഒട്ടും തികയില്ലായിരുന്നു. കൂടെയുള്ളവരുടെ നഷ്ടം ഒരു വലിയ വിടപാടോ പിള്ളേ. പിള്ളച്ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ? നീ ഇപ്പോഴാണോടാ എണ്ണീക്കുന്നത്? ഓ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസിലൊന്നും പോകണ്ടല്ലോ. എന്നാ പിന്നെ കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നോ? അപ്പേ, ഈ അപ്പുച്ചേട്ടൻ എന്റെ കൂടെ വഴക്കുണ്ടാക്കുക. ഇല്ല പപ്പ, ഇവൾ നുണ പറയുന്നതാ. ഞാൻ ഒന്നും ചെയ്തില്ല. ആഹാ, പിള്ളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, എന്തിനാ മക്കളെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കുന്നത്? അതെ, അവരെപ്പോഴും ഇങ്ങനാ. ഇടയ്ക്ക് പിണങ്ങും, പിന്നെ കുറച്ചു കഴിയുമ്പോഴേക്കും ഭയങ്കര സ്നേഹമാ. അങ്ങനെയെല്ലാം വേണം. ഒരു വീടായാല് കുട്ടികളുടെ ഇണക്കവും പിണക്കവും എല്ലാം അല്ലേ ആ വീടിന്റെ ഭംഗി കൂട്ടുന്നത്. ആ ശരി ശരി, ഇനി രണ്ടാളും പോയി ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. പപ്പ കഴിച്ചോ? ഇല്ല മോനെ. വാടോ പിള്ളേ, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. എന്നാ പിന്നെ പിള്ളച്ചേട്ടനും കൂടി എടുക്കട്ടെ. ചായക്ക് മധുരം വേണ്ടല്ലോ അല്ലേ? പണ്ട് മധുരം കൂടുതൽ കഴിച്ചതിനെ ഓരോ പണി കിട്ടുന്നത് കണ്ടില്ലേ? എടോ മാഷേ, ചായ മാത്രമേ ഉള്ളൂ ഇവിടെ എപ്പോഴും. പിന്നെ നമുക്കൊന്ന് കൂടണ്ടേ? ഒത്തിരി കാലമായില്ലേ ഒന്ന് കൂടിയിട്ട്. എന്തോ ഏലിയാമ്മ മരിച്ചതിനു ശേഷം താൻ ഒട്ടും സന്തോഷവാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ? ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലടോ പിള്ളേ, തനിക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. പിന്നെ പിള്ളേരും സണ്ണി ഇല്ലാത്തൊരു ദിവസമാകട്ടടോ, നമുക്കൊന്ന് കൂടിക്കളയാം. പപ്പാ, ദേ ചായ എടുത്തു വെച്ചിരിക്കുന്നു, എല്ലാരും വാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ഇനിയും താമസിച്ചാലേ പഞ്ചായത്ത് പ്രസിഡന്റ് കസരയിൽ വേറെ ആരെങ്കിലും കയറിയിരിക്കും. ഞായറാഴ്ച ആയിരുന്നിട്ടും ഇന്ന് വർഗീയ ശക്തികൾക്കെതിരെയുള്ള സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സർവകക്ഷി യോഗമാ. ഞാനുമുണ്ടോ ആ സമരത്തിന്. ഇന്ത്യയെ വിഭജിക്കുന്ന ശക്തികൾക്കെതിരെ രാജ്യം പ്രതിഷേധിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ അടങ്ങിയിരിക്കും? പ്രായത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഞാനും പങ്കെടുക്കും ആ സമരത്തിൽ. അതെ അപ്പച്ച, ഞാനും വരട്ടെ ആ സമരത്തിന്. നിമ്മി, ഈയിടെ നീ ഏത് സമയവും മൊബൈൽ നോക്കിയിരിപ്പാണല്ലോ. എന്റെ പിള്ളേരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും നിനക്ക് സമയമില്ല. ഓഫീസിൽ ഇടാനുള്ള ഡ്രസ്സ് പോലും ഇന്ന് ഞാനാണ് അയൺ ചെയ്തത്. അറിയാമോ നിനക്ക്? ഓ, ഞാൻ നേരം വെളുക്കുമ്പോ മുതല് സന്ധ്യ വരെ പണിയെടുക്കുന്നതല്ലേ. വല്ലപ്പോഴും ഒന്ന് സ്വന്തം ഡ്രസ് അയൺ ചെയ്തെന്ന് വിചാരിച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല. അതെങ്ങനെയാ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പിന്നെ TV കണ്ടും മൊബൈലിൽ ചാറ്റ് ചെയ്തും സമയം കളയലല്ലേ നിങ്ങളുടെ പരിപാടി? കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ നോക്കാറില്ലല്ലോ. ഞാനൊന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സംശയമായി. മമ്മി, മമ്മി, എന്റെ മുടി ഒന്ന് കെട്ടിത്താ. സ്കൂൾ ബസ് വരാറായി.
നിനക്ക് തന്നെ അങ്ങ് ചെയ്തുകൂടെ മിന്നു? അല്ലെങ്കിൽ നിന്റെ അപ്പയോട് ചെന്ന് പറ. നീ വരുന്നുണ്ടോ മിന്നു? ദേ സ്കൂൾ ബസ് വന്നു. പിള്ളേരെ ഒരുക്കി സ്കൂളിൽ അയക്കാൻ പോലും അവൾക്ക് സമയമില്ലാതായി. ഒരു ദിവസം ഞാൻ ആ മൊബൈൽ തല്ലി പൊട്ടിക്കും. എന്താ മോളെ, സണ്ണി ദേഷ്യത്തോടെ പോകുന്നത് കണ്ടല്ലോ. നീയും ദേഷ്യത്തിലാണല്ലോ. വീണ്ടും പഴയതുപോലെ വഴക്കിട്ട് മുന്നോട്ട് പോകുവാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അന്ന് കൗൺസിലിങ്ങിനും ധ്യാനത്തിനും പോയി വന്നപ്പോൾ എല്ലാം നന്നായി എന്ന് വിചാരിച്ചതാണ്. രാജ്യത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി ധർണയ്ക്ക് പോയി വന്നപ്പോൾ വീട്ടിൽ സമാധാനം പോയി തുടങ്ങി. അതിന് പപ്പ പറയുന്നത് കേട്ടാൽ ഞാനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് തോന്നുമല്ലോ. ഞാൻ എന്ത് ചെയ്താലും സണ്ണിച്ചാന്റെ കുറ്റ. എന്നെ ഏത് സമയവും സംശയവും. ആ ശരി ശരി, കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അത് ഓർമ്മയുണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. ഹലോ ജോ, എന്തുണ്ടടാ വിശേഷം? ഇന്നലെ നീ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത് സണ്ണി ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിനക്കറിയാലോ കാര്യങ്ങൾ. എന്നെ എപ്പോഴും സംശയമാ പുള്ളിക്ക്. ഞാൻ പിന്നീട് മെസ്സേജ് അയച്ചു, നീ കണ്ടില്ലേ? ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നീട് വിളിക്കാട്ടോ. ഓ മമ്മി, ഇതെന്താ പെട്ടെന്ന് വന്നത്? ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ. അതെന്താടി ഇങ്ങോട്ട് വരുന്നതിന് നിന്റെ ഭർത്താവിന്റെ സമ്മതം കൂടി എനിക്ക് വേണോ? ഈ ഇടയായിട്ട് നീ അങ്ങോട്ട് വരാറില്ലല്ലോ. എന്താ സണ്ണി നിന്നെ അങ്ങോട്ട് വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ? അവന്റെ അടിമപ്പണി ചെയ്യാനല്ല ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഈയിടെയായി സണ്ണിക്ക് എപ്പോഴും എന്റെ കുറ്റം കണ്ടുപിടിക്കാനേ സമയമുള്ളൂ. വീട്ടിലേക്ക് മമ്മിയെ വിളിച്ച അതും സണ്ണിക്ക് സംശയമാ. ഞാൻ മടുത്തു തുടങ്ങി. ആരാ മോളെ വന്നിരിക്കുന്നത്? ഓ, നിമ്മയുടെ മമ്മിയായിരുന്നോ? എന്തുണ്ട് വിശേഷം? തോമാച്ചൻ വന്നില്ലേ കൂടെ? എന്തു വിശേഷം? ഇതൊക്കെ തന്നെയല്ലേ വിശേഷം. നിങ്ങളെല്ലാവരും കൂടി എന്റെ മോളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുകയല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ മോളെ അങ്ങ് കൊണ്ടുപോകും. നിങ്ങൾ എന്തിനാ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്? അതിനിവിടെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലേ മോളെ? പപ്പയ്ക്ക് കൂടുതൽ ഒന്നും അറിയില്ല. ഞങ്ങള് തമ്മിൽ ഇപ്പോൾ പഴയതുപോലെ ഒന്നും അല്ല. മാനസികമായി ഒത്തിരി അകന്നാണ് ജീവിക്കുന്നത്. പുറമേ കാണിക്കാറില്ലെന്ന് മാത്രം. ഒരു വീടാകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ഇണക്കവും പിണക്കവും പതിവല്ലേ. അത് കാര്യമായിട്ട് എടുക്കാതിരുന്നാൽ പോരെ? പാഷാണത്തിൽ കൃമി എന്നാ ഇങ്ങനെയുള്ളവരെ വിളിക്കേണ്ടത്. സ്വന്തം മകളോട് നല്ല ഉപദേശം കൊടുക്കുന്നതിന് പകരം വിഷം കുത്തിവെക്കുന്നത് കണ്ടില്ലേ? സമാധാനം പുലരുന്നിടത്ത് ഇങ്ങനെ ഓരോ ദുഷ്ടശക്തികൾ വന്ന് കയറിക്കൊള്ളും. ഇന്നിനി അവർ എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാക്കി വെക്കുന്നത്. നിമ്മി മോളെ,
ഞാനൊന്ന് പെൻഷൻ വാങ്ങിയിട്ട് വരാം. ഓ ശരി. ഇതിനൊരു ശാശ്വത പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം. മോള് വിഷമിക്കണ്ട. ഞാനെന്നാ അഡ്വക്കേറ്റ് ലക്ഷ്മിയെ കാണട്ടെ. നീ അങ്ങനെ അവന്റെ അടിമയാകാനൊന്നും നിൽക്കണ്ട. 2 കുട്ടികളുണ്ടെന്ന് വിചാരിച്ച് നിനക്കിപ്പോഴും ചെറുപ്പമാണ്. നമുക്ക് വേറെ വഴി നോക്കാം. നീ വിഷമിക്കാതിരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ച ശേഷം ഞാൻ വിളിക്കാം. ഹായ് മമ്മി. മമ്മി, ഇന്നത്തെ ക്ലാസ് ടെസ്റ്റിലെ എനിക്ക് ഫുൾ മാർക്കാണ് മമ്മി. ഓ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്നും ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ നിങ്ങളുടെ കാര്യം നോക്കാൻ. അതിന് മമ്മി അമേരിക്കയ്ക്ക് പോവാണോ? ശരി ശരി, രണ്ടാളും പോയി ഡ്രസ്സൊക്കെ മാറി വാ. ചായ എടുത്തു വെക്കാം. മമ്മി, ഇന്നിവിടെ ആരാ വന്നത്? കിച്ചണിൽ സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ടല്ലോ. ഓ അതോ, അമ്മാമ്മ വന്നിരുന്നു. അമ്മാമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളാ അവിടെ ഇരിക്കുന്നത്. അയ്യോ ഷേ, അതെന്താ മാമ ഞങ്ങളെ കാണാതെ പോയത്? അതോ, അമ്മാമ്മയ്ക്ക് എന്തൊക്കെയോ തിരക്കുള്ളത് കൊണ്ടാണ്. ഞാൻ കിച്ചണിൽ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കുടിക്ക്. നിമ്മി, ഒരു ചായ എടുത്ത് വെക്കൂ. ഇതാരാടി ഈ ജോ? ഇത്രമാത്രം ചാറ്റ് ചെയ്യാൻ ഇവൻ ആരാണ്? എന്റെ മൊബൈൽ പൊട്ടിച്ചല്ലേ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇനി എന്റെ മൊബൈലിൽ തൊട്ടു നോക്ക്. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാം. സത്യം പറയടി, ആരടി ഇവൻ? എന്നെ തല്ലിയല്ലേ? നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കോ. എന്താ മക്കളെ ഈ വീട്ടിൽ നടക്കുന്നത്? നിങ്ങൾ കുട്ടികളുള്ള കാര്യമെല്ലാം മറന്നുപോയോ? മക്കളെ, നിങ്ങൾ കരയണ്ട കേട്ടോ. ഹലോ, മമ്മിയല്ലേ? ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളാണ്. ഞാൻ അങ്ങോട്ട് വരികയാണ്. അല്ലെങ്കിൽ എന്നെ വന്ന് ഒന്ന് കൊണ്ടുപോ. നീ വിഷമിക്കാതിരിക്ക. എന്താ പ്രശ്നം? ഞാനങ്ങോട്ട് വരണോ? ശരി ശരി,
ഞാൻ അഡ്വക്കേറ്റ് ലക്ഷ്മിയെ കൂട്ടി ഉടനെ അങ്ങോട്ട് വരാം. മമ്മി മമ്മി വഴക്കുണ്ടാക്കില്ലേ മമ്മി? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? എന്താ ഇപ്പോൾ എല്ലാവരും കൂടി വന്നിരിക്കുന്നത്? ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രോബ്ലമാണ്. അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഹേയ് മിസ്റ്റർ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ കാണിക്കുന്ന ഗാർഹിക പീഡനമാണ്. IPC സെക്ഷൻ 28 പ്രകാരം ജാമ്യമില്ലാത്ത കേസാണിത്. നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാ നിങ്ങൾ ചെയ്. സണ്ണി, നീ കൂടുതൽ ആളാവേണ്ട. ഇനി നിന്റെ കൂടെ ജീവിക്കാൻ എന്റെ മോളെ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ മക്കളെ നിങ്ങൾ ചെറിയ വഴക്കുകൾ ഇത്രയും വലുതാക്കി മാറ്റുന്നത്? ഇത് ശരിയല്ല. നിമ്മി, നീ ഇങ്ങ് വന്നേ. ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ പറയാനുള്ളതാ. വെറുതെ നീ നിന്റെ സമയം കളയാതെ. അപ്പോൾ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം വക്കീലിനെയും മമ്മിയും വിളിച്ചു വരുത്തിയതാണല്ലേ? ഇതാണോ നിന്റെ അവസാന തീരുമാനം? എന്നാൽ ശരി. എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാനിത് മുൻകൂട്ടി കണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മമ്മി മമ്മി പോകല്ലേ മമ്മി, ഞങ്ങളും വരുന്നു മമ്മി. അപ്പുച്ചേട്ടാ, മമ്മിയോട് പോകില്ലെന്ന് പറ അപ്പുച്ചേട്ടാ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അപ്പയുണ്ട് മക്കളെ, അത് മതി ഇനി. മോളെ, നീ പോകരുത്. നീ ഇവരുടെ വാക്കുകൾ കേൾക്കരുത്. ചെറിയ വഴക്കുകളൊക്കെ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. നീ വരുന്നുണ്ടോ? സാരമില്ല മക്കളെ, കരയണ്ട കേട്ടോ. ദൈവം നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും. കേസ് നമ്പർ B61/28. കല്ലുങ്കൽ വീട്ടിൽ സണ്ണി, ഭാര്യ നിമ്മി എന്നിവർ തന്നിരിക്കുന്ന വിവാഹമോചന പരാതി. അഡ്വക്കേറ്റ്സ് എത്തിയിട്ടുണ്ടോ? എങ്കിൽ വാദം ആരംഭിക്കാം. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എൻ്റെ കക്ഷി
നിമ്മി തന്നിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം സത്യവും വാസ്തവമാണ്. ആയതിനാൽ വർഷങ്ങളായി ഗാർഹിക പീഡനം അനുഭവിക്കുന്ന എൻ്റെ കക്ഷിയെ എത്രയും വേഗം വിവാഹമോചനത്തിലൂടെ സ്വതന്ത്രമാക്കണമെന്ന് താഴ്മയായി ഈ കോടതിയോട് അപേക്ഷിക്കുന്നു. ഒബ്ജെക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എന്റെ എതിർകക്ഷി തന്നിരിക്കുന്ന പരാതി വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. എന്റെ കക്ഷിയുടെ മേൽ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം വെറും അസത്യം മാത്രമാണ്. എതിർകക്ഷിയുടെ ജീവിത രീതിയും ചില വഴിവിട്ട ബന്ധങ്ങളും സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗവും മൂലം അവരുടെ ജീവിതം താറുമാറായിരിക്കുകയാണ്. ഇനിയും ഒരുമിച്ചുള്ള ജീവിതം അസാധ്യമായതുകൊണ്ട് എന്റെ കക്ഷിയും ഒരു വിവാഹമോചനമാണ് ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ കക്ഷിക്ക് ഈ കുടുംബജീവിതം എന്ന തടവറയിൽ നിന്നും മോചനം നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് റോസി, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചു വേണം കോടതിയിൽ ഉപയോഗിക്കാൻ. ആരാണ് കുടുംബജീവിതം ഒരു തടവറയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ഏതു നിയമത്തിലാണ് അങ്ങനെ ഒരു പരാമർശമുള്ളത്? അഡ്വക്കേറ്റ് ലക്ഷ്മിക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടോ? ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിയുടെ മേൽ ഇവർ ആരോപിച്ചിരിക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ്. എതിർ കക്ഷിയുടെ സംശയരോഗവും മറ്റു കുറവുകളും മറച്ചുവെക്കുവാൻ വേണ്ടി എന്റെ കക്ഷിയുടെ മേൽ ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചിരിക്കുകയാണ്. IPC 10A പ്രകാരം എതിർ കക്ഷിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം മുഴുവൻ എവിഡൻസോടുകൂടി ഉള്ളതാണ്. കുടുംബ കോടതി ആക്ട് 37/8 പ്രകാരം എന്റെ കക്ഷിക്ക് വിവാഹ സംബന്ധമായി വന്നിട്ടുള്ള എല്ലാ ചിലവുകളും തിരികെ തന്ന് വിവാഹമോചനം തീർപ്പാക്കി തരണമെന്ന് താഴ്മയായി കോടതിയോട് അപേക്ഷിക്കുന്നു. ഈ കേസിലെ കക്ഷികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയുവാനുണ്ട്. ഒന്നാമതായി, നിങ്ങൾക്ക് 2 കുട്ടികളുള്ളതായി നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ സംരക്ഷണ ചുമതല ആരേറ്റെടുക്കും? അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും ഒരു പുനർവിചിന്തനം നടത്തുന്നതിന് 2 കക്ഷികൾക്കും കൗൺസിലിംഗിനായി കോടതി ഉത്തരവിടുന്നു. ഈ കേസ് ഇതിന്റെ തുടർ നടപടികൾക്കും അന്തിമ വിധി പറയുന്നതിനും വേണ്ടി അടുത്ത മാസം 2-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കോടതി ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. അല്ല, ഇതാര് താമ്രാക്ഷനോ? കക്ഷിയെ എനിക്ക് മനസ്സിലായില്ലല്ലോ. അന്ന് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് അടിച്ചു ഫിറ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഓർമ്മയില്ലേ? ഓ, ഞാൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, മനോഹരൻ പിള്ള. എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് പുള്ളിക്കാരനെ. തേങ്ങയുടെ ബിസിനസ്സാ. അതിനായിട്ട് ഇവിടം വരെ വന്നതാ. അപ്പോഴെന്നെ കണ്ടത്. അങ്ങനെ കൂടെ കൂട്ടി. അല്ല, ഇവിടെ ആരുമില്ലേ? ചാക്കോമാഷ് ഒറ്റയ്ക്കേ ഉള്ളൂ? ആ, ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മുൻപ് സ്വർഗതുല്യമായ ഒരു ഭവനമായിരുന്നു ഇത്. ഇപ്പോൾ ആരുമില്ലാത്ത ഒരു അനാഥ ഭവനം പോലെയായി. അതെന്താ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് പോട്ടെ ചാക്കോമാഷേ, നിങ്ങളുടെ വിഷമമെല്ലാം മാറ്റാനാണ് ഞാനിപ്പോൾ വന്നത്. താൻ പോയി 3 ഗ്ലാസ് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. പിന്നെ കുറച്ച് വെള്ളം കൂടി എടുത്തോ. പിന്നല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്തെടുക്കാനാ? ശരി ശരി, ആരേലും വരുന്നതിന് മുൻപേ പരിപാടി തീർത്തേക്കണം.
എടോ പിള്ളേ, താൻ നമ്മുടെ ആ പഴയ പാട്ട് ഒരു 2 വരി പാടിക്കേ. കുറെ നാളായി കേട്ടിട്ട്. പാൽക്കടലിലോളങ്ങളിൽ തള്ളി നീക്കി നീ വരും സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. പാൽക്കടലിലോളങ്ങളിൽ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. വെള്ളാമ്പൽ ചെമ്മാനം പൂക്കണല്ലോ, ചെങ്കാറ്റ് വീശണല്ലോ. ചെമ്മാനം പൂക്കണല്ലോ, ചെങ്കാറ്റ് വീശണല്ലോ. വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി. ഹലോ, എന്തിനാടി വിളിച്ചത്? ആ, ഞാൻ ഇവിടെ ഉണ്ട്, വീട്ടിലാ. ഉറക്കമായിരുന്നു. ആ, എന്നാ ശരി ശരി, ഓക്കെ. പിന്നെ അവൾ അവിടെ ഇല്ല, വീട്ടിലില്ല, മോളുടെ അടുത്ത് പോയിരിക്കുക. സമാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. ആൽക്കടലിലോളങ്ങളിൽ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. വെള്ളാമ്പൽ പൂതരാം. എന്നാ ശരി, ഞാനങ്ങോട്ട് ഇറങ്ങുക. എടോ മാഷേ, ഞാൻ ഈ കേൾക്കുന്നതെല്ലാം ശരിയാണോ? മനോഹരൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഒന്നും ചോദിക്കാതിരുന്നത്. പിന്നെ അവർ രണ്ടാളും പിരിയാൻ തീരുമാനിച്ചോ? ഓ എൻ്റെ ഭഗവാനെ, എന്തു നല്ല കുടുംബമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം അല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണോ പിള്ളേ? എല്ലാം കൈവിട്ടു പോയി. അധ്യാപകനായിരുന്ന സമയത്ത് കുട്ടികളെ അച്ചടക്കം പഠിപ്പിച്ചിരുന്നു. പക്ഷേ ജീവിതത്തിൽ സ്വന്തം മക്കളെ അച്ചടക്കം പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ കൊച്ചു മക്കളുടെ ഭാവി ഓർത്തിട്ടാണ് എനിക്കിപ്പോഴത്തെ വിഷമം. അവർക്ക് 2 പേർക്കും മക്കളെ വേണ്ട. ഉടൻ തന്നെ കുടുംബ കോടതിയുടെ വിധി വരും. മോനെ സണ്ണി, യേശുക്രിസ്തു നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുമല്ലേ? ക്രിസ്ത്യാനിയായ നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നീ നിന്റെ മക്കളെക്കുറിച്ച് ആലോചിച്ചു നോക്ക്. പിള്ളച്ചേട്ടാ, ഇതിൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ. ഭാര്യയായാൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? ഏത് സമയവും മൊബൈലിൽ ചാറ്റിംഗ് ആയിട്ടിരുന്ന എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? അവൾക്ക് അരുതാത്ത ബന്ധങ്ങളുണ്ടെന്ന് വരെ എനിക്കിപ്പോൾ തോന്നുന്നു. മിസ്റ്റർ പ്രസിഡന്റ്, ഇനി നിങ്ങളുടെ ആരുടെയും ഒരു ഒത്തുതീർപ്പിന്റെ ആവശ്യം വരുന്നില്ല. കാര്യങ്ങളെല്ലാം ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതെ, അത് ശരിയാണ്. എല്ലാം കോടതി തന്നെ. പക്ഷേ മനസാക്ഷി എന്നൊരു കോടതിയുണ്ട്. അവിടുത്തെ വിധിയെ നിങ്ങൾ മാനിക്കാറില്ലല്ലോ. മോനെ സണ്ണി, ഇപ്പോൾ നീ ഉചിതമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കുടുംബം ശിഥിലമാകാതിരിക്കുവാൻ നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനം മതി. നിങ്ങൾ കുട്ടികളെക്കുറിച്ച് ഓർത്തോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.
നിന്റെ അപ്പനും അമ്മയും വളർത്തിയതുപോലെ നിന്റെ മക്കളും മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ കക്ഷിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുകയാണോ? നിങ്ങൾ മിണ്ടരുത്. ഇത് കോടതിയല്ല. നിങ്ങളെപ്പോലെ കഴുകൻ കണ്ണുള്ളവരാണ് പല കുടുംബങ്ങളെയും വഴിയാധാരമാക്കുന്നത്. വക്കീൽ ഇപ്പോൾ പൊയ്ക്കുള്ളൂ. നാളെ നമ്മൾക്ക് കോടതിയിൽ വെച്ച് കാണാം. ജഡ്ജ് സൂസൻ മാഡത്തിന് കുട്ടികളില്ലാത്തതുകൊണ്ട് കുട്ടികളെ കാണുമ്പോൾ അവർ കുറച്ച് ഇമോഷണലായി കാണാറുണ്ട്. അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തായാലും വാദം പൂർത്തിയായ സ്ഥിതിക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്നാ പിന്നെ നാളെ കോടതിയിൽ കാണാം. ഈ കേസിലെ കക്ഷികളായ സണ്ണിയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നിമ്മിക്കും കോടതിയോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടോ? കൗൺസിലിംഗിന് ശേഷവും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ താല്പര്യമില്ല എന്നാണ് കോടതിയെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. മിസ്റ്റർ സണ്ണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതി, ഞാനും ഒരു വിവാഹമോചനമാണ് ആഗ്രഹിക്കുന്നത്. മിസ്സസ് നിമ്മിക്ക് കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടോ? ഞാനും ഒരു വിവാഹമോചനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ കേസിലെ തത്പര കക്ഷികളുടെ അറിവിലേക്കായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ നിരത്തിയ വാദങ്ങളിൽ നിങ്ങളുടെ 2 മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല. കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ 2 കക്ഷികളിൽ ആരും അവകാശം ഉന്നയിച്ചിട്ടുമില്ല. അതുകൊണ്ട് കുട്ടികളെ 2 പേരെയും എൻ്റെ അടുത്തേക്ക് എത്തിക്കുക. അവരോടെനിക്ക് ഒരു അഭിപ്രായം ചോദിക്കുവാനുണ്ട്. അതിനുശേഷം വിധി വായിക്കാം. നിങ്ങൾക്ക് ആരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം? ഞങ്ങൾക്ക് പപ്പയും മമ്മിയും വേണം. ഇനി വിധി വായിക്കാം. ഈ കോടതിയിൽ തന്നിരിക്കുന്ന വിവാഹമോചന കേസ് 10A പ്രകാരം ഇതിലെ കക്ഷികൾക്ക് മാനസികമായി ഒരുമിച്ച് മുന്നോട്ടുള്ള ജീവിതം തുടരാൻ താല്പര്യമില്ല എന്ന് കോടതിക്ക് വ്യക്തമായിട്ട് ബോധ്യമായി. അതുകൊണ്ട് ഈ വിവാഹമോചന പരാതിയിൽ കോടതി വിവാഹമോചനം നൽകി 2 പേരുടെയും വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നു. ഇവരുടെ 2 കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുവാൻ കക്ഷികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ സംരക്ഷണ ചുമതലയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാക്കുന്നതാണ്. നിസ്സാരമായ പ്രശ്നങ്ങളെ പറഞ്ഞു തീർത്ത് ദൈവം യോജിപ്പിച്ചു തന്ന നല്ല ജീവിതത്തെ ഭാഗ്യമായി കണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനു പകരം വാശിയും ഈഗോയും മൂലം പ്രശ്നങ്ങളെ വലുതാക്കി വിവാഹമോചനമെന്ന ഒരു ഫാഷൻ പ്രതിവിധിയിലേക്ക് ഇന്നത്തെ തലമുറ കൊണ്ടുപോവുകയാണ്. ഇതിനിടയിൽ പെട്ടുപോകുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് സ്നേഹം ആവശ്യമുള്ള ആ ബാല്യകാലങ്ങളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കണമെന്ന് ഈ കോടതി താൽപ്പര്യപ്പെടുന്നു. ഇതോടെ കോടതി പിരിയുന്നു.
ഇല്ലാത്തൊരാ കുഞ്ഞുനാടൻ വിരൽ അമ്മിഞ്ഞ പോലെ ഞാനുണ്ടിരുന്നു. കാലം കടഞ്ഞൊരി മെയ്യിനിളം ചൂടു നൽകുവാൻ സൂര്യൻ ഉദിച്ചിരുന്നു. കോലം തിരിഞ്ഞൊരി മോറിൽ തലോടുവാൻ കാറ്റു കൈകൾ നീട്ടി വന്നിരുന്നു. രാവത്തെനിക്കായി മാനത്തൊരമ്പിളി പൈമ്പാൽ കുടം കൊണ്ടുവന്നിരുന്നു. രാമഞ്ഞിലെന്റെ മേൽ മൂടുവാൻ താരകൾ താരണിക്കമ്പളം നെയ്തിരുന്നു. പ്രിയമുള്ളവരെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ സ്നേഹസഞ്ചാരം അവസാനിക്കുന്നു. ഇത്ര നേരം ക്ഷമയോടുകൂടി കാത്തിരുന്ന നിങ്ങൾക്കേവർക്കും കലാജിദ്ദയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യാത്രയിൽ വേഷപ്പകർച്ച നടത്തിയവരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ചാക്കോ മാഷ്, സിറിയ കുര്യൻ, സണ്ണി, റോയ്സ് തോമസ്, നിമ്മി, ടോനി ജെനിഷ്, ജൂനിയർ മിന്നു, ഹേസൽ റോയ്സ്, അപ്പു, ഷെറോൺ ബിജു, പഞ്ചായത്ത് പ്രസിഡന്റ് താമരാക്ഷൻ പിള്ള, ബിജോയ് തോമസ്, അമ്മായിയമ്മ, നിമ്മിയുടെ മമ്മി, സെലിമോൾ ഷാജു, ജഡ്ജി സൂസൻ മാഡം ജൂനിയർ, ജസീലാൽ, അഡ്വക്കേറ്റ് റോസി, സിമി ടോണി, അഡ്വക്കേറ്റ് ലക്ഷ്മി, ഷെലി ബിജു, ഗുമസ്തൻ മനോജ് മാത്യു, മനോഹരൻ, ബിനു. മിന്നുവിന്റെ ഇപ്പോഴത്തെ കാലം അവതരിപ്പിച്ചത് ദയാ റോയ്സ്, റിട്ടയർ ജഡ്ജിയമ്മ ലിസ മാത്യു. ഈ യാത്രയ്ക്ക് വേണ്ടി സാങ്കേതിക സഹായം നൽകിയവർ, റെക്കോർഡിങ്ങും ശബ്ദമിശ്രണവും ശ്രീ ഷിജു പി ഡി, രംഗപടം മനോജ് മാത്യു, ശബ്ദം ബിജോയ് തോമസ്, സ്റ്റേജ് ആൻഡ് ലൈറ്റ്സ് വില്യംസ് ആൻഡ് ടീം, മോറൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ലേഡീസ് കമ്മിറ്റി, ക്രിസ്മസ് പ്രോഗ്രാം കമ്മിറ്റി. ഈ യാത്രയുടെ സംവിധാനം സിറിൽ ജോസ്. ആശയം, രചന, സംഭാഷണം ബിജു ജോസഫ് കോതമംഗലം. അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം ആകാംക്ഷയോടെ ക്ഷമയോടുകൂടി കാത്തിരുന്ന എല്ലാ കലാപ്രേമികൾക്കും കലാജിദ്ദയുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ജഡ്ജിയമ്മേ, നമ്മൾ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും വീടൊക്കെ കുറെ മുഷിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും ഇങ്ങനൊരു അവധിക്കാലം കിട്ടിയത് നന്നായല്ലേ? ഒരു നല്ല ജേർണി നടത്താൻ പറ്റി. അല്ല, നമ്മുടെ വീട്ടിൽ ആരെല്ലാം താമസമുണ്ടോ? വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. അതോ മോളോട് ഞാൻ പറയാതിരുന്നതല്ലേ. നിങ്ങളെ രണ്ടാളെയും ഞാൻ ദത്തെടുത്തിട്ട് ഇന്നേക്ക് 15 വർഷമായി. നിങ്ങൾ രണ്ടാളും കൂടി മക്കളില്ലാത്ത ഈ അമ്മയ്ക്ക് എത്രമാത്രം സ്നേഹമാ തന്നത്. ഞാനാണെങ്കിൽ നിങ്ങൾക്കൊന്നും തിരിച്ചു തന്നതുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കായി ഒരു ക്രിസ്മസ് സമ്മാനം ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ ജഡ്ജിയമ്മേ? എന്താണ്? പറ പെട്ടെന്ന്. അല്ല,
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഷോ, അപ്പുച്ചേട്ടയും വേണായിരുന്നു ഇന്ന്. അതെങ്ങനാ? അമേരിക്കയിൽ നിന്ന് പെട്ടെന്നൊന്നും ഓടിയെത്താൻ പറ്റില്ലല്ലോ. എന്താ ജഡ്ജിയമ്മ ആ സർപ്രൈസ്? ഒന്ന് പറ പ്ലീസ്. സണ്ണി എവിടെയാണ്? ദേ ഞങ്ങൾ വന്നു. മമ്മി, മമ്മി, മോളെ, നിന്നും ഞങ്ങളോട് ക്ഷമിക്കും മോള്. അപ്പുമോൻ എവിടെയാ? ജഡ്ജിയമ്മേ, ഇതെങ്ങനെ സംഭവിച്ചു? അത് പറയാം. അന്ന് കോടതിയിൽ നിന്നും ഞാൻ ഇവർക്ക് വിവാഹമോചനം കൊടുത്തില്ലേ? അന്ന് നിങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ ഇവരുടെ പിന്നീടുള്ള ജീവിതമെല്ലാം തകർന്ന് തരിപ്പണമായി. നിമ്മി ഒരു മാനസിക രോഗിയാവുകയും സണ്ണി ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുമാണ് പിന്നീട് ഇവരെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇവരെ തേടി പിടിച്ച് വീട്ടിലെത്തിക്കാൻ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ അവർ കഴിഞ്ഞ മാസം ഇവിടെ എത്തി. മോളെ, നിങ്ങൾക്കുള്ള ഒരു ക്രിസ്മസ് സമ്മാനമായിക്കോട്ടെ എന്ന് ഞാനും കരുതി. എന്നാ പിന്നെ ഞാനൊന്ന് ഈ കാര്യം അപ്പുച്ചേട്ടനെ വിളിച്ചറിയിക്കട്ടെ. വളർന്നു വരുന്ന പുതുതലമുറയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഓർക്കുക, മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്നവർക്കും അതുപോലെ സ്നേഹത്തലോടൽ കൊടുക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവരുടെ സ്വന്തം സുഖങ്ങൾ തേടി പോകുന്നവർക്കും പിന്നീടുള്ള ജീവിതം എന്നും നരകതുല്യമായിരിക്കും.